ഞങ്ങൾ ആ ബാങ്കുകളിൽ നിന്നുള്ള ഞങ്ങളുടെ അനുഭാവികളുടെ പണം ദ്രുതമായി പിൻവലിക്കും. ആളപ്പഴക്കം പൊട്ടുന്നത് പോലെ കേരളത്തിലെ ബാങ്കുകൾ തകർന്നു വീഴും. ഞങ്ങൾ ഓരോ തരത്തിലുള്ള പിന്തുണയും ഈ സർക്കാരിന് തരും. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളെ പറ്റിയാണ്. മാലപ്പടക്കം പോലെ അവ പൊട്ടുന്നത് കാണാനായി കൊതിച്ചിരിക്കുന്ന വി ഡി സതീശനെയാണ് ഇതിൽ വെളിവാകുന്നത്. സർക്കാരിന് ഇനി പിന്തുണയില്ലെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ആ രാഷ്ട്രീയം മനസ്സിലാക്കാം. പക്ഷേ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ കേരളത്തിലെ സഹകരണ മേഖല മുടിയണമെന്ന ആഗ്രഹവും പേറി നടക്കുന്നയാളാണോ പ്രതിപക്ഷ നേതാവ്? കോൺഗ്രസിലെ സഹകാരികൾക്കും മുസ്ലിം ലീഗിനും ഈ അഭിപ്രായമുണ്ടോ എന്നാണ് അറിയേണ്ടത്. കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ദോഷകരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര സമീപനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ നടത്തിയ കൊലവിളിയുടെ പുതിയ പതിപ്പാണ് വി ഡി സതീശൻ ഇന്ന് കാഴ്ചവെച്ചത്. ചേവായൂർ തോൽവിയിൽ ഹൈക്കോടതിയിൽ പോയ കോൺഗ്രസിന് അവിടെയും തിരിച്ചടി നേരിട്ടത് പ്രതിപക്ഷ നേതാവ് മറന്നുപോകരുത്. സ്റ്റേ ആവശ്യം ഹൈക്കോടതി നിരസിച്ചതിന് കേരളത്തിൻ്റെ സഹകരണ മേഖല എന്തു പിഴച്ചു? രാഷ്ട്രീയ വിരോധം സഹകരണ മേഖലയോട് കാട്ടുന്ന വി ഡി സതീശൻ്റെ ശൈലി ആർക്ക് അംഗീകരിക്കാനാകും? ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPIM, അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ്, അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പ് സഹകരണ മുൻ അഡീഷണൽ രജിസ്ട്രാർ. ആദ്യം ശ്രീ അനിൽകുമാറിലേക്ക്. ശ്രീ അനിൽകുമാർ, താങ്കൾ കോഴിക്കോട് ഇന്ന് ചേവായൂർ പ്രതിഷേധ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മാലപ്പടക്കം പോലെ സഹകരണ ബാങ്കുകൾ പൊട്ടും, UDF അനുഭാവികളുടെയും മറ്റും അക്കൗണ്ടുകളൊക്കെ പിൻവലിക്കും. ഈ നിലയിലാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിൻ്റെ സഹകരണ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് വെളിപ്പെടുത്തിയതെങ്കിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കേരള മാതൃക, കേരള ബദൽ, ഈ കാര്യങ്ങൾക്ക് കേരളം രൂപപ്പെടുത്തിയപ്പോൾ നവോത്ഥാന കാലം മുതൽ മഹത്തായ ഉജ്ജ്വലമായൊരു പൈതൃകത്തിലൂടെയാണ് കേരളത്തിൻ്റെ സഹകരണ മേഖലയെ നാം വികസിപ്പിച്ച് വന്നിട്ടുള്ളത്. ആ സഹകരണ സ്ഥാപനങ്ങളെ തകർത്താൽ മാത്രമേ ഈ മതനിരപേക്ഷ കേരളത്തെ തകർക്കാനാവൂ. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ മനുഷ്യരും വിശ്വാസം അർപ്പിക്കുന്നതും എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ കൈത്താങ്ങാങ്ങുന്നതുമായ സഹകരണ പ്രസ്ഥാനം നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ രീതികളിലും ഇടപെടുന്നൊരു സഹകരണ പ്രസ്ഥാനം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉൾപ്പെടെ ഏഷ്യയിലെ മഹനീയമായ ഇടപെടൽ നടത്തുന്ന സങ്കേതങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ ഫെഡ് പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി സഹകരണ മേഖല ചെയ്യുന്ന കേരളത്തിലെ സേവനം ചെറുതല്ല. പരമ്പരാഗത മേഖലയിലെ തൊഴിലാളി അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ അഗാധതയിലേക്ക് ആണ്ടുപോകുമ്പോൾ അവരെ സംരക്ഷിക്കാനും സഹകരണ മേഖല, ആ സഹകരണ മേഖലയെ കരിപ്പിടിപ്പിച്ചതും വികസിപ്പിച്ചതും മുന്നോട്ട് കൊണ്ടുപോയതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ്. അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മാറി നിന്നുവെന്ന് ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല. ഐക്യജനാധിപത്യത്തിൻ്റെ അധികാരത്തിലിരുന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൈവശമുള്ള നിരവധിയായ സഹകരണ സ്ഥാപനങ്ങളെ തെറ്റായി പിടിച്ചെടുക്കാൻ നോക്കിയതും AKG മെമ്മോറിയൽ ആശുപത്രി പിടിച്ചെടുക്കാൻ സുശീല ഗോപാലിനെ, AKGയുടെ സഹധർമ്മിണിയായിരുന്ന സുശീല ഗോപാലൻ ഒരു MP കൂടിയായിരുന്നു, അവരെ കയ്യേറ്റം ചെയ്തതും കേരളത്തിൻ്റെ ചരിത്രമാണ്. അതുകൊണ്ട് സഹകരണ മേഖലയിൽ ഒരു ഭരണസമിതിയിൽ ജയിക്കാനും ഒക്കെ വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടം പുതിയ കാര്യമല്ല. പക്ഷേ അമിത്ഷാ ഈ സഹകരണ വകുപ്പ് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഇറങ്ങി തിരിച്ചിട്ട് 3-4 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. അമിത്ഷയുടെ വേല വേണ്ടത്ര കേൾക്കുന്നില്ല. അപ്പോൾ അമിത്ഷയ്ക്ക് ഞങ്ങൾ വീതി ഒരുക്കിക്കൊള്ളാം, അമിത്ഷയ്ക്ക് ഞങ്ങൾ ചുവപ്പ് പരവതാനി ഒരുക്കിക്കൊള്ളാം. ഈ സഹകരണ മേഖലയെ ഞങ്ങൾ പൊളിച്ചടുക്കി കഴിഞ്ഞാൽ അമിത്ഷയ്ക്ക് മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കുകളിലൂടെ അവരുദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം. ഇപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് BJP സർക്കാർ നിരവധിയായ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുകയും പണം ശേഖരിക്കുകയും അവർക്ക് പലർക്കും പണം നഷ്ടപ്പെടുകയും ഉത്തരവാദികളില്ലാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇവിടെയുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു, ഏത് സഹകരണ സ്ഥാപനത്തിനാണെങ്കിലും തെറ്റായ കാര്യം ചെയ്താൽ തെറ്റിനോട് സന്ധിയില്ല, കരുവന്നൂർ ഉൾപ്പെടെ ഏതിനോടും
അങ്കമാലിയിലെ UDFൻ്റെ കാര്യമാണെങ്കിലും മറ്റേത് സംഭവമാണെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തെറ്റ് കാണിക്കുന്നവരോട് സന്ധിയില്ല. ഇനി ഏതെങ്കിലും ഭരണസമിതിയുടെ കാലത്ത് അവിടെ തെറ്റ് സംഭവിച്ചാൽ അവരുടെ പണം നഷ്ടപ്പെടുന്ന നിലയും കേരളത്തിലുണ്ടാവില്ല. ഈ 2 ഉറപ്പുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തത്. കേരളത്തിലെ സഹകരണ മേഖലയിൽ ആകെ തർക്കം എന്നൊന്നും പറയാനാവില്ല. വോട്ടെടുപ്പ് നടക്കും തന്നെ ചുരുക്ക സംഘങ്ങളിലാണ്. ചൊവ്വായൂരുണ്ടായത് കോൺഗ്രസിനകത്ത് ഒരു പ്രതിസന്ധിയാണ്. അവിടെ ആ സഹകരണ ബാങ്ക് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഘം കോൺഗ്രസിനോട് എതിരായ നിലപാട് സ്വീകരിച്ചു. അതിന് അവരുടെ ആഭ്യന്തര കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പുറത്തു വന്ന ഒരു സെറ്റുമായി ഇടതുപക്ഷം ഒരു ധാരണയിലെത്തി. അപ്പോൾ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. ബഹുമാനപ്പെട്ട കെ. സുധാകരൻ പറഞ്ഞത് അവരെ കൊല്ലുമെന്നാണ് പറഞ്ഞത്. കെ. സുധാകരൻ പറയുന്നത് ആ കോൺഗ്രസ്സുകാരെ കൊല്ലുമെന്നാണെങ്കിൽ സതീശൻ പറയുന്നത് സഹകരണ പ്രസ്ഥാനത്തെ തന്നെ കൊല്ലുമെന്നാണ്. അങ്ങനെ 2 കൊലയാളികളും കൂടെ കൂടിച്ചേർന്ന് കേരളത്തിൻ്റെ മഹനീയ പാരമ്പര്യങ്ങളെ, മഹിത പാരമ്പര്യങ്ങളെ, സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് കരിവന്നൂരിൻ്റെ പേരിൽ ഈ കേരളത്തിൻ്റെ സഹകരണ മേഖലയെ അടിച്ചു തകർക്കാൻ നോക്കിയതല്ലേ. എന്നിട്ട് നിക്ഷേപ സമാഹരണം വന്നപ്പോൾ എന്താ ഈ കേരളത്തിൻ്റെ നില? ഓരോ വർഷവും നിക്ഷേപ സമാഹരണത്തിൽ കേരളം മുന്നോട്ടാണ്. വിമർശനങ്ങളുണ്ടായി. കരിവന്നൂരിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് മേഖലയെ ശക്തിപ്പെടുത്തി. ഇപ്പോൾ ആ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ടും സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടും അവിടുത്തെ വരുമാനത്തിൽ നിന്ന് ജീവനക്കാർ ശമ്പളം നേടണം എന്നതടക്കമുള്ള ക്ലാസിഫിക്കേഷൻ്റെ പുതിയ ചട്ടവട്ടങ്ങളുമായി സംസ്ഥാന സർക്കാർ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നിയമം കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയിൽ ഒരു 3 ടേമിൽ കൂടുതൽ ഭരണാധികാരത്തിൽ തുടരേണ്ടതില്ല എന്ന് വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് എന്തൊരു കാലിളക്കായിരുന്നു. ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞത് 3 ടേം എന്ന് വിലക്കാനാവില്ല, തുടരട്ടെ. തുടർന്നു കഴിഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ചില ആളുകളും തുടരും. ആളുകൾ മാറട്ടെ, പുതിയ ആളുകൾ വരട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുമ്പോൾ UDFന് ആകെ ഒറ്റ ചിന്തയുള്ളൂ, ഇതിനെ പങ്കിട്ടെടുക്കണം, ഇതിനെ കടലാസ് സംഘടനയാക്കണം, ഇതിനെ പോക്കറ്റ് സംഘടനയാക്കണം. അതിന് ഇന്ത്യ രാജ്യത്തെ BJPയുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യപ്രഖ്യാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോയത് BJPയുടെ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടു പോകലാണ്. അങ്ങനെ അമിത്ഷയ്ക്ക് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ അനുയായി ഉണ്ടായിരിക്കുന്നു. കെ. സുരേന്ദ്രൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുത്തുകയാണ് VD സതീശൻ്റെ ഈ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സഹകരണ മേഖലയുടെ ഏറ്റവും നിഷേധാത്മകമായ കേരള വിരുദ്ധ നിലപാട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ ശ്രീ സേനാപതി, കേരളത്തിൻ്റെ വിപുലമായ വളരെ ശക്തമായ അടിത്തറയുള്ള സഹകരണ മേഖലയ്ക്ക് മേൽ കേന്ദ്രം കൊണ്ടുവരുന്ന പുതിയ നീക്കങ്ങൾ വലിയ വെല്ലുവിളി തീർക്കുന്നു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളം ശക്തമായി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്റ്റേറ്റ് മാറ്ററായിട്ടുള്ള സഹകരണ വിഷയത്തിൽ കേന്ദ്രത്തിൽ ഇത് ആദ്യമായി അതിലൊരു കടന്നുകയറ്റം വരുന്നു. കേന്ദ്രത്തിൽ ആദ്യമായി ഒരു വകുപ്പ് രൂപീകരിക്കപ്പെടുന്നു. ആ വകുപ്പ് കൈയാളുന്നത് അമിത്ഷാ തന്നെയാണ് എന്ന സാഹചര്യം വരുന്നു. അതിലൂടെ കേന്ദ്രം എത്രമാത്രം കേരളത്തിലെ ശക്തമായ സഹകരണ മേഖല അടക്കം ഉന്നം വെച്ചുകൊണ്ട് നീങ്ങുന്നു. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ വരുന്നത് അവിടെയാണ്. ഞാൻ ആ കണ്ടന്റിലേക്കല്ല പോകുന്നത്. ഇങ്ങനൊരു ഗൗരവമായ വിഷയം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ BJP രാഷ്ട്രീയത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന CPIM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഒക്കെ ദേശീയ തലത്തിൽ ഈ സഹകരണ നയത്തിനെതിരായ പൊതു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സംസ്ഥാനത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന സമീപനം കേന്ദ്രമെടുക്കുന്ന അതേ സമീപനത്തോടെ തന്നെ സംസാരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, VD സതീശൻ എന്ന വ്യക്തി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ സഹകരണ മേഖല മുടിഞ്ഞു പോകട്ടെ എന്ന നിലയിൽ ഒരാഗ്രഹവും പേറി നടക്കുന്നയാളായി മാറാമോ? അത് ഒരു ഗൗരവമുള്ള പ്രശ്നമല്ലേ? ഇപ്പോൾ അമിത്ഷായുടെ കരങ്ങൾക്ക് ശക്തി വരാനാണല്ലോ മധു മുല്ലശ്ശേരിയെ പോലുള്ള ആളുകളൊക്കെ അപ്പുറത്തോട്ട് പോകുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സഹകരണ മേഖലയെ മുടിക്കാവുന്നല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിണ്ണമെടുക്കുകൊണ്ടും കയ്യൂക്കുകൊണ്ടും സഹകരണ ബാങ്കുകളെ പിടിച്ചെടുത്തിട്ട് ആ സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസ്സുകാരൻ്റെയും UDFുകാരൻ്റെയും ഡിപ്പോസിറ്റ് നിക്ഷേപം ഉപയോഗിച്ച് ആ ബാങ്കുകൾ നിങ്ങൾ ഭരിക്കണ്ട എന്നുള്ളതാണ്. ഇത് ഇന്ന് അദ്ദേഹം പറഞ്ഞതല്ല. പത്തനംതിട്ട ജില്ലയിൽ 23 ബാങ്കുകൾ, 1ഉം 2ഉമല്ല ശരത്തെ, 23 ബാങ്കുകൾ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒരു ഗുണ്ടാ സംഘത്തെ, 300 പേരടങ്ങുന്ന ഒരു ഗുണ്ടാ സംഘത്തെ വളർത്തിയിരിക്കുക. എന്നിട്ട് എന്താ പരിപാടി? സഹകരണ ബാങ്കുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, ഇവർ വ്യാജ കാർഡുമായിട്ട് ചെല്ലുക, ആളുകളെ അടിച്ചോടിക്കുക. തുമ്പവൺ ബാങ്കിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ അടിച്ചു വീഴ്ചു, തല തല്ലി പൊട്ടിച്ച്. അവിടെ നടന്നത് തെരുവ് യുദ്ധമാണ്.
അങ്ങനെ തെരുവുയുദ്ധം നടത്തി ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന, ഞങ്ങൾ എന്താ പറഞ്ഞ വികസിപ്പിച്ചെടുത്ത ബാങ്കുകളെ പിടിച്ചെടുത്തിട്ട് ഞങ്ങളുടെ ആളുകളുടെ ഡിപ്പോസിറ്റ് കൊണ്ട് നിങ്ങൾ അങ്ങനെ ആ ബാങ്കിലൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും ശബ്ദം അനിൽകുമാറിനും സഹകരണ മേഖലയിലെ രാഷ്ട്രീയ തർക്കം പുതിയതല്ല. ആ രാഷ്ട്രീയ തർക്കം ഉള്ളപ്പോഴും ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിൽ നിന്ന് കേരളത്തിന്റെ സഹകരണ മേഖലയ്ക്ക് ഇതുപോലത്തെ വാചകങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? സഹകരണ മേഖലയിലെ രാഷ്ട്രീയ തർക്കം പുതിയതല്ല. അവിടെ മാലപ്പടക്കം പോലെ സംഘങ്ങൾ പൊട്ടും, ഞങ്ങളുടെ അക്കൗണ്ടുകൾ പിൻവലിക്കും എന്ന് പറയുന്ന നിലയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, ഉന്നത നേതാവ് സംസാരിച്ചിട്ടുണ്ടോ? താങ്കളോട് തന്നെയാണ്, വേറെ ആരോടുമല്ല. അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ജനാധിപത്യ വിരുദ്ധമായി കയ്യൂക്കിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ സഹകരണ ബാങ്കുകളെ പിടിച്ചെടുത്തിട്ട് ആ സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസുകാരന്റെയും UDF-കാരന്റെയും നിക്ഷേപം ഉപയോഗിച്ചുകൊണ്ട് ആ ബാങ്കുകളെ ഭരിക്കാമെന്നാണ് നിങ്ങളുടെ ആളുകൾ തന്നെയല്ലേ നിങ്ങളുടെ ശത്രുക്കളായത്? ചേവായൂരിൽ ആരാണ് ഇടതുപക്ഷത്തിന് ശക്തി പകർന്നത്? കോൺഗ്രസുകാർ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. കോൺഗ്രസുകാരോട് വിയോജിച്ചത്. വിമത പാനൽ ഉണ്ടായത് ഹൈക്കോടതിയിൽ പോയപ്പോൾ എങ്ങനെ പറ്റും? ഹൈക്കോടതിയിൽ പോയപ്പോൾ സ്റ്റേ കിട്ടിയോ? അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ഈ ഹാലിളക്കത്തിന് സഹകരണ മേഖല എന്തു പഴിച്ചു? ചേവായൂർ ബാങ്കിന് മുമ്പിൽ CPM ഗുണ്ടകൾ നടത്തിയ അഴിഞ്ഞാട്ടം, അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അഴിഞ്ഞാട്ടം കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ വോട്ട് ചെയ്ത സഹകാരികളെ ഇങ്ങനെ ആക്ഷേപിക്കുകയാണോ? അതൊക്കെ മത്സരിച്ചോട്ടെ, മാർക്സിസ്റ്റുകാരുമായിട്ട് കൂട്ടിച്ചേർന്നോട്ടെ, പക്ഷേ കയ്യൂക്കിന്റെ ബലത്തിൽ തെരുവ് യുദ്ധം നടത്തിയല്ല സഹകരണ ബാങ്കിൽ ജയിക്കേണ്ടത് മിസ്റ്റർ. ഹൈക്കോടതിയിൽ പോയിട്ട് അനുകൂല നിലപാട് നേടിയെടുക്കാൻ കഴിഞ്ഞോ? ഹൈക്കോടതിയിൽ പോയിട്ട് എന്ത് പറ്റി? സേനാപതി ഹൈക്കോടതിയിൽ പോയിട്ട് എന്ത് പറ്റി? ബാങ്ക് പിടിച്ചിട്ട് നിങ്ങൾ ഭരിക്കാമെന്ന് വിചാരിക്കണ്ട, ഞങ്ങൾ വേറെ ഒന്നുമില്ല. ഹൈക്കോടതിയിൽ ഭരണസമിതി അല്ലല്ലോ. ഹൈക്കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞോ? ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? ബാങ്കിനെ ആക്രമിക്കുന്ന ഒന്നും ഞങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി വേണം. ഹൈക്കോടതിയിൽ പോയില്ലേ? ബാങ്കിനെ ഗുണ്ടായുസത്തിലൂടെ പിടിച്ചെടുത്തിട്ട് അത് ആവർത്തിച്ചതുകൊണ്ട് എന്ത് കാര്യം? അത് നിങ്ങളുടെ രാഷ്ട്രീയം. അതിന് അനിൽകുമാർ മറുപടി പറയട്ടെ. എന്റെ ചോദ്യം, എന്നിട്ട് ഈ വാദം പറഞ്ഞ് നിങ്ങൾ ഹൈക്കോടതിയിൽ പോയോ? ഈ വാദം പറഞ്ഞ് നിങ്ങൾ ഹൈക്കോടതിയിൽ പോയോ? അത് ശരി, അത് വരുമ്പോ നിൽക്കട്ടെ എന്ന്. എങ്ങനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല സാറേ? സ്റ്റേ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വാദത്തിന് നിയമപരമായി പ്രാഥമികമായ കഴമ്പില്ല. ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് CPM ഗുണ്ടായുസം ഉപയോഗിച്ച് പിടിച്ചെടുത്ത ബാങ്കുകൾ അടൂർ ഞാൻ പല കാര്യങ്ങൾ ചോദിച്ചു. താങ്കൾ ഈ നാമം ജപിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് രാഷ്ട്രീയ വിമർശനമാണ്, നിങ്ങളുടെ നിലപാടാണ്, ശരിയാണ്. പക്ഷേ ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തി സ്റ്റേ ചെയ്യാൻ കഴിഞ്ഞില്ല? കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കുന്നു, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ പറഞ്ഞേ മാലപ്പടക്കം പോലെ പൊട്ടും, മാലപ്പടക്കം പോലെ പൊട്ടും പറഞ്ഞത് VD സതീശനല്ലേ, പ്രതിപക്ഷ നേതാവല്ലേ? അത് ഉചിതമാണോ? ശരി, ശ്രീ അനിൽകുമാർ, ഈ തർക്കമൊക്കെ മാറ്റിവെച്ചാലും താങ്കൾ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ തർക്കം പുതിയതല്ല. നേരത്തെ അദ്ദേഹം നമ്മൾ ചേവായൂരിൻ്റെ കാര്യം സംസാരിച്ചു, നേരെ പത്തനംതിട്ടയിലേക്ക് പോയി. പത്തനംതിട്ടയിൽ ഒരുപാട് സംഘങ്ങളിൽ CPM ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഉദാഹരിച്ചു വെക്കുകയും ചെയ്തു. അത് ആ നിലയിൽ ഒരു മറുവാദമോ രാഷ്ട്രീയ വിമർശനമോ കുറ്റപ്പെടുത്തലോ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഈ കാലയളവിൽ കേരളത്തിൻ്റെ സഹകരണ മേഖലയെ ആകെ ബാധിക്കും വിധം ഒരു ആഹ്വാനം, അതായത് നിങ്ങൾ നിക്ഷേപങ്ങൾ പിൻവലിച്ചോളൂ, മാലപ്പടക്കം പോലെ സംഘങ്ങൾ പൊട്ടട്ടെ എന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കേരളത്തിൻ്റെ ശക്തമായ സഹകരണ മേഖലയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ എതിർപ്പുള്ളപ്പോഴും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ? അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും. ശ്രീ അനിൽകുമാർ. അല്ല, പ്രതിപക്ഷ നേതാവ് ആലോചിക്കേണ്ടത് മലപ്പുറം ജില്ലയിലെ എത്ര സഹകരണ സംഘങ്ങൾ ഇടതുപക്ഷത്തിൻ്റെതാണ്? മലപ്പുറം ജില്ലയിലെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങളും UDF-ൻ്റെതാണ്. മുസ്ലിം ലീഗ് ഈ നിലപാടിനോട് യോജിക്കുമോ? ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഈ നിലപാടിനോട് യോജിക്കുമോ? ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ളവരാ. ഉദാഹരണമായി സഹകരണ മേഖലയിൽ ED കയറാവും. ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അതിൻ്റെ സ്ഥാനമാനങ്ങൾ നേടാനുള്ള തർക്കമൊക്കെ അവിടെ കിടക്കട്ടെ. സഹകരണ മേഖല ED കയറാവും. LDF ഭരിക്കുന്ന സഹകരണ സംഘമായിരുന്നു കരുവന്നൂർ. UDF-ൻ്റെ സഹകരണ സംഘങ്ങളും ഇതുപോലെ തന്നെ അങ്കമാലി പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലെ നിങ്ങളുടെ എബ്രഹാമിൻ്റെ സഹകരണ സംഘങ്ങൾ പോലെയോ ഒക്കെ ഉണ്ട്.
BJPയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MS കുമാർ ഇപ്പോൾ അകത്തു പോകത്തക്ക വിധമുള്ള ഒരു സഹകരണ തട്ടിപ്പാണല്ലോ തിരുവനന്തപുരത്ത് നടന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ചുരുക്കം ആളുകൾ ഈ മേഖലയിലുണ്ട്. അതിന് നടപടിയെടുത്ത് പോകുന്നതിന് ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. അങ്ങനെ നടപടിയെടുക്കുമ്പോഴും സഹകരണ മേഖലയിൽ ED വരേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവിടെയാണ് മലപ്പുറം ജില്ലയിൽ EDയുടെ പരിശോധന വന്നത്. ആ EDയുടെ പരിശോധന എന്ന് പറയുന്നത് ED മലപ്പുറം ജില്ലയിൽ ലീഗിനെ കടന്നാക്രമിക്കാനല്ല, സഹകരണ മേഖലയെ കടന്നാക്രമിക്കാനാണ് എന്ന നിലപാട് വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ചില പ്രോത്സാഹനങ്ങൾ ഞങ്ങളുടെ MLAമാരുടെ ഭാഗത്തുനിന്നുണ്ടായി. മുഖ്യമന്ത്രി എന്താ നിലപാട് സ്വീകരിച്ചത്? എന്നാൽ പിന്നെ ലീഗിൻ്റെ സൊസൈറ്റികളിലൊക്കെ ED അങ്ങ് കയറട്ടെ. ഞങ്ങളാ നിലപാട് സ്വീകരിച്ചില്ല. മൊത്തം തകർത്തേക്കാം. VD സതീശൻ പറയുന്ന നിലപാടിനോട് കോൺഗ്രസ്സിൽ എത്രവർക്ക് യോജിക്കാൻ കഴിയും? എത്രയോ കോൺഗ്രസ്സുകാർ സഹകരണ സംഘങ്ങൾ കൊണ്ടു നടക്കുന്നു മര്യാദയ്ക്ക്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസിനകത്തൊരു പിളർപ്പുണ്ടായി, ഭിന്നിപ്പുണ്ടായി. ആ ഭിന്നിപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാരായിരിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ സഹകാരികളുടെ നിലയ്ക്ക് പ്രത്യേകം മത്സരിക്കാൻ ചൊവ്വായൂരിൽ കടന്നു വന്നു. ഞങ്ങൾക്കൊരു ഗതിയും പരഗതിയും ഇല്ലാതെ ബന്ധമേ ഇല്ലാത്തൊരു ബാങ്ക്, ഞങ്ങൾ പുറത്താണ്. അപ്പോൾ അതിൽപ്പെട്ട ആളുകളൊരു നല്ല സംഘം പുറത്തു വന്ന് സഹകാരികളായിട്ട് മത്സരിച്ചാൽ ആ ബാങ്കിൻ്റെ നല്ല കാര്യത്തിന് അവർക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി. അത്ര ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് വന്നു, സംഘർഷമൊക്കെ ഉണ്ടാക്കിയത് ശരിയാണ്. പക്ഷേ വോട്ട് ചെയ്ത ആരാ? ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഞാൻ മനസ്സിലാക്കിയത് വെബ് ക്യാമറയിലൂടെ ഇക്കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ? ആ ബാങ്കിൽ ഏതെങ്കിലും അംഗമല്ലാത്തവർ വോട്ട് രേഖപ്പെടുത്തിയോ? കാര്യം പറയുമ്പോൾ വ്യാജ പരാതി സേനാപതിയും പറഞ്ഞല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഹൈക്കോടതിയുടെ ഇവരെല്ലാം ഹൈക്കോടതി പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുകയും പ്രത്യേക ഉത്തരവ് വാങ്ങിക്കുകയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തന്നെ ക്യാമറ വഴി ഓൺലൈൻ ക്യാമറകളിലൂടെ ഈ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണമെന്ന് അവരെ ഓർഡർ വാങ്ങിച്ച് കോടതി ബാങ്കിൻ്റെ തെളിവിൽ ക്യാമറ സ്ഥാപിച്ച് വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും തിരിച്ചറിയാം. നിങ്ങൾ ചാനലിൽ കൂടെ കള്ളവോട്ടെന്ന് പറഞ്ഞാൽ നടക്കൂല. കോടതി തെളിയിക്കണം. തെളിയിക്കാൻ നിങ്ങളുടെ രേഖയുണ്ടല്ലോ, ഉണ്ടെങ്കിൽ കുറ്റവാളികളുടെ പിടിക്കട്ടെ. അതിന് നമ്മുടെ എലിയെ തോപ്പിച്ച് ഇല്ലം ചുടുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരി, എലിയെ തോപ്പിച്ച് ഇല്ലം ചുടുന്ന പോലെ UDF ചോദ്യം സ്ട്രൈറ്റ് ആണ്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചെയ്യുന്ന ഈ സമീപനം സഹകരണ മേഖലയെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞതുപോലെയാണോ? എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നത് പോലെയാകുന്നുണ്ടോ? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. കേരള ചരിത്രത്തിൽ രാഷ്ട്രീയമായ ധാരണക്കുറവിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാളാണ് VD സതീശൻ. അവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആരൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കാലം തൊട്ടെടുക്കണ്ട, നമുക്ക് K കരുണാകരൻ തൊട്ടെടുക്കൂ. K കരുണാകരനും AK ആൻ്റണിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്നുവെന്ന ഒരു പാരമ്പര്യമുണ്ട്. ചെന്നിത്തല വരുത്തി നിൽക്കുന്നൊരു പാരമ്പര്യം അവിടെ നിൽക്കട്ടെ. ഇവരെങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടപെട്ടിരുന്നത്, പൊതുകാര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്, ഒരു നിലവാരം സംരക്ഷിച്ചിരുന്നത്? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം VD സതീശന് വല്ലാത്തൊരു പിന്തുണ കൊടുക്കുന്നതോടുകൂടി അഴിഞ്ഞാടാനും നിറഞ്ഞാടാനും അതിൻ്റെ ഭാഗമായി എന്തും പറയാനുള്ള ഇടമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്നുള്ള ഒരു ധിക്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രഖ്യാപനങ്ങൾ. ഞാൻ താങ്കളിലേക്ക് വരാം. അതായത് ഇന്ന് വരാം സാർ, നേരത്തെ അത് സംസാരിച്ചത് കൂടിയാണ്. അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ശൈലിയും എന്തും പറയാമെന്ന നിലയിലേക്ക് പോകുന്നത് സഹകരണ മേഖലയെക്കുറിച്ച് അടക്കം പറയുന്നത് അപകടകരമായ രീതിയിൽ ആ മേഖലയെ ബാധിക്കാവുന്നതാണോ? കേരളത്തിൻ്റെ പ്രബുദ്ധമായൊരു സമൂഹം അതിനെ ഏറ്റെടുക്കുമോ എന്നത് വേറെ ചോദ്യം. പക്ഷേ എന്നാലും ഉത്തരവാദപ്പെട്ട നേതാക്കളിൽ നിന്ന്, നേതൃത്വങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ശൈലി പാടുണ്ടോ? സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കം വളരെ പ്രഖ്യാതമാണ്. കേരളത്തിൽ വളരെ ശക്തമായി നടന്നിട്ടുണ്ട്. ഇപ്പോഴൊന്നും ഉള്ളതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് വളരെ സജീവവും ശക്തവുമായ നിലയിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ആ കാലത്ത് പോലും കേൾക്കാത്ത ഒരു വെറുപ്പിൻ്റെ സ്വരം പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടാകാമോ എന്ന ചോദ്യം സഹകരണ മേഖലയുടെ ഭാഗത്തു നിന്ന് ഉയരുക കൂടിയാണ്. ഞാൻ സേനാപതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ജോസ് ഫിലിപ്പ്, ഞാൻ സമീപകാലത്തെ രണ്ട് സാഹചര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് താങ്കളിലേക്ക്, അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ സഹകരണ മേഖല ആകെ കള്ളപ്പണം കൊണ്ട് നിക്ഷേപിക്കുന്ന ഇടമാണ് എന്ന നിലയിലേക്ക് ഒരു വലിയ വ്യാഖ്യാനം വന്നു. അന്ന് കേരളത്തിലെ BJP നേതൃത്വമാണ് അത് വലിയ തോതിൽ ഏറ്റെടുത്തത്. അതിൻ്റെ ചുവട് പിടിച്ച UDF മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു.
പിന്നീട് അത് ആവിയായി പോകുന്നത് കണ്ടു. അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ സഹകരണ മേഖല ഏതെങ്കിലും തരത്തിൽ അങ്ങ് കേന്ദ്ര ഏജൻസികൾ വന്നങ്ങ് പൂട്ടിക്കുകയും മുട്ടിക്കുകയും ചെയ്യുന്ന അവസ്ഥയൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ വിവാദം വരുമ്പോൾ അത് വലിയ സംഭവമായി കുറേ ദിവസം നിന്ന് കത്തും. പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യം വരുമ്പോൾ അത് ഒരു കോളം വാർത്തയിലേക്ക് ഒതുങ്ങും, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ദൃശ്യമാധ്യമ വാർത്തയിലേക്കും വരും. അങ്ങനെ കുറേ കാലം സഹകരണ മേഖല ഇങ്ങനെ അവമതിപ്പുണ്ടാക്കും വിധം ആ കാലത്തൊരു പ്രചാരണം വന്നു. രണ്ടാമത്തത്, കരുവന്നൂർ അടക്കമുണ്ടായിട്ടുള്ള ബാങ്ക് സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾ ഗൗരവമുള്ളതാണ്. അതിലൊന്നും ആരും അതിനൊന്നും പിന്തുണയ്ക്കുന്നില്ല കേരളത്തിൽ. പക്ഷേ അവിടേക്ക് ഇ ഡി വന്നു. വന്ന് ആ ഇ ഡി അതിൽ പ്രതികളെ കണ്ടെത്തുന്നു. പ്രതികളെ 1 വർഷത്തിലേറെക്കാലം ജയിലിൽ അടയ്ക്കുന്നു. ഞാനിത് പറയാൻ കാര്യം, ഇന്ന് ഈ ചർച്ച നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം, അതായത് ഇന്നലെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇ ഡി അതിൽ പ്രതികളാക്കിയ 2 പേർക്ക് കോടതി ജാമ്യം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരം കേസുകളിൽ PMLA കേസുകളിലൊക്കെ ജാമ്യം കൊടുക്കണമെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന്, അതായത് ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ട് എന്ന് കോടതിക്ക് തോന്നിയാൽ മാത്രമാണ്. അത്ര കാഠിന്യമേറിയതാണ്. പ്രതികൾക്ക് ആ ജാമ്യത്തിലേക്ക് എത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനെ മതിയായ കാരണങ്ങളുണ്ട്, ഈ ഏജൻസി ചുമത്തിയ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഹൈക്കോടതി ഇ ഡി കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ആ പ്രതികളെ സ്വാഭാവിക ജാമ്യം കൊടുത്തതിൻ്റെ തൊട്ടു പിറ്റേ ദിവസമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിവാദ പ്രസംഗം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കല്ല താങ്കളെ കൊണ്ടുപോകുന്നത്. ക്യാബിനറ്റ് പദവിയാണ്, ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി. അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് കേരളത്തിൻ്റെ സഹകരണ മേഖലയെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്ക്, വിശേഷിച്ച് ഈ കാലത്ത്, അത് ഒട്ടും ഭൂഷണമല്ല. കുറെ കൂടി കരുതലോടെ ചേർത്ത് സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടതാണ് കേരളത്തിൻ്റെ സഹകരണ മേഖല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ? തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു പരാമർശനം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കേരളത്തിലെ ഏതാണ്ട് 60ഓളം വരുന്ന വിഭാഗങ്ങളിലായിട്ടാണ് സഹകരണ സംഘങ്ങൾ തന്നെ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇടപെടാത്ത ഒരു മേഖലയുമില്ല. ഇപ്പോൾ നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് കേരളത്തിലെ സഹകരണ സംഘങ്ങളാണ് കോവിഡ് വന്ന സമയത്ത് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിന്നത്. ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനും വാക്സിൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നതിനും എല്ലാം തന്നെ ഏറ്റവും അധികം മുന്നിൽ നിന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണെന്നുള്ളത് മലയാളികൾക്കെല്ലാം അറിയാം. അതുപോലെ പ്രളയം വന്നു, വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് 2100 വീടുകൾ വെച്ച് കൊടുത്ത കെയർ കേരള എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെപ്പറ്റി നമുക്ക് പറയാനാണെങ്കിൽ ഈ പറയുന്ന കുറഞ്ഞ സമയം കൊണ്ടൊന്നും പരാമർശിക്കാനായിട്ട് സാധിക്കുകയില്ല. ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ആളുകൾക്ക് മരുന്നെത്തിച്ച് കൊടുക്കുന്നു, ആളുകൾക്ക് ഭക്ഷണം എത്തിച്ച് കൊടുക്കുന്നു, ആളുകൾക്ക് ചികിത്സ എത്തിച്ച് കൊടുക്കുന്നു, വായ്പ ആവശ്യമുള്ളവർക്ക് വായ്പ കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു രോഗം ബാധിച്ച ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സഹകരണ സംഘത്തിൽ മെമ്പറാണെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം എത്തിച്ചു കൊടുക്കാനുള്ള പുതിയ പദ്ധതി സർക്കാർ രൂപം നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റിസ്ക് ഫണ്ടെന്ന് പറഞ്ഞ പദ്ധതി നടപ്പാക്കി വായ്പ എടുത്തിട്ട് ആൾ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വലിയ മാരക രോഗം ബാധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന ആളുകൾക്ക് ആ പൈസ തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം റിസ്ക് ഫണ്ട് സംവിധാനം ഏർപ്പെടുത്തി. അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണോ മലയാളികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനം ഇടപെടുകയും അതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും മലയാളിക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് സഹകരണ പ്രസ്ഥാനത്തെ ഒഴിച്ചു നിർത്തി ഒരു പ്രവർത്തനവും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖല നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആർക്കാണ് വിസ്മരിക്കാൻ പറ്റുക? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സംഘത്തിന് അന്തർദേശീയ തലത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് എന്തുകൊണ്ടാണ്? മലബാർ മേഖലയിലുള്ള റോഡുകളും പാലങ്ങളും എല്ലാം തന്നെ വിവിധ സഹകരണ ബാങ്കുകളുടെ പണം സ്വരൂപിച്ച് കൺസോർഷ്യം ഫണ്ടിങ് എന്നുള്ള രീതിയിൽ പണം സ്വരൂപിച്ച് അതുപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്തി മലബാർ മേഖലയിലുള്ള, മലബാറല്ല ഇപ്പോൾ കേരളത്തിലൊട്ടാകെയുള്ള റോഡുകളുടെ നിർമ്മാണത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അത്രത്തോളം ഇടപെടുന്നുണ്ട്. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലായാലും ക്ഷേമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും വായ്പ നൽകുന്ന കാര്യത്തിലായാലും ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിന് ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത്
കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനത്തിൽ അടിത്തറയിട്ടുള്ളതാണ് എന്നുള്ളത് എല്ലാ മലയാളികൾക്കും. ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം, താങ്കൾ ഈ പറയുന്ന കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ മികവും സവിശേഷതകളും യഥാർത്ഥത്തിൽ താങ്കൾ ഈ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു ഭാഗം. കാരണം ഇതിലൊന്നും ആളുകൾക്ക് വലിയ സംശയങ്ങൾ. ഇപ്പോൾ സഹകരണ ബാങ്കുകളുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശക്തമായ രാഷ്ട്രീയ തർക്കങ്ങൾ രൂപപ്പെടും. അത് പുതിയ കാര്യങ്ങളല്ല, അതുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ യോഗത്തിൽ അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പ് ഇങ്ങനെ അദ്ദേഹം സംസാരിച്ചത്. അത് അനുചിതമായി പോയി. ഇത്തരം ഉത്തരവാദപ്പെട്ട പദവികളിലിരിക്കുന്ന ആളുകളിൽ നിന്ന് സഹകരണ മേഖലയ്ക്ക് വലിയ ആഘാതമേൽപ്പിക്കാൻ കഴിയുന്ന ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഈ ഡിമോണിറ്റൈസേഷൻ സമയം ആലോചിക്കുകയാണ്. കാരണം ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് പിന്നെ കേരളത്തിൻ്റെ നല്ല ഇന്ത്യയൊട്ടാകെയുള്ള സമ്പദ്ഘടനയെ വളരെ വളരെ മോശമായി ബാധിച്ചു എന്നുള്ളത് വളരെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നേരിടാനായിട്ട് ഭരണ പ്രതിപക്ഷ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ വ്യാപകമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തെ സംബന്ധിച്ച് സഹകരണ പ്രസ്ഥാനത്തിനൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിബന്ധം അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അതിനെ നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ് കേരളത്തിലെ ചരിത്രം. യെസ്, താങ്കളിത് പറഞ്ഞപ്പോഴാണ് ഈ KSRTCയിലെ ശമ്പള പെൻഷൻ പ്രതിസന്ധി വരുമ്പോഴും താങ്ങായി വന്നിട്ടുള്ളത് സഹകരണ കൺസോർഷ്യം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും. KSRTC പെൻഷൻ കൊടുക്കുന്ന കാര്യമാണെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സഹകരണ സംഘങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. സഹകരണ സംഘത്തിലെ ജീവനക്കാരാണ് ആളുകളുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നത്. 15-16 ലക്ഷം ആളുകളുടെ വീടുകളിലേക്കാണ് ഈ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നത്. അത് മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സഹകരണ സംഘങ്ങളാണ് ഏറ്റവും കൃത്യമായിട്ട് 5 വർഷം കൂടിയിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ പല സ്ഥലത്തും നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ സഹകരണ സംഘങ്ങളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ 10-15 വർഷം കൂടി ഇരിക്കുമ്പോഴാണ് പല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ 15-20 വർഷമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കാത്ത സാഹചര്യത്തിലാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. 97 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് 5 വർഷം കൂടിയിരിക്കും കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കും. ആരാണോ ജയിക്കുന്നത് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും. അപ്പോൾ ഭരണസമിതി പുതിയതായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരായിട്ട് വോട്ട് ചെയ്ത ആൾക്കാരെല്ലാം നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങിയാൽ ഈ പ്രസ്ഥാനം എവിടെ പോകും? അപ്പോൾ അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യമാണ്. ഇന്ന് വരെ ആരും പറയാത്തതും നടക്കാത്തതുമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതാണ് സേനാപതി ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജോസ് ഫിലിപ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം മുൻ അഡീഷണൽ രജിസ്ട്രാർ ആയിരുന്നയാളാണ്. ഇതുവരെ ആരും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ സഹകരണ മേഖലയെ സംബന്ധിച്ച് താങ്കളിലേക്കാണ് ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഭരണം പിടിക്കണമെന്നൊക്കെയുള്ള ആവശ്യം നിങ്ങൾക്കുണ്ടാകാം, അതുപോലെ അപ്പുറത്തും ഉണ്ടാകാം. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് സഹകരണ മേഖലയുടെ മികവ് അവർക്ക് വലിയ ആശ്വാസവും താങ്ങുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സഹകരണ മേഖലയെക്കുറിച്ച് ഇത്തരം ആക്ഷേപകരമായ ഒരു നിലപാട് പാടുണ്ടോ? തോറ്റുപോയാൽ അല്ലെങ്കിൽ തങ്ങൾ പിന്നോട്ട് പോയാൽ ഉടൻ തന്നെ തങ്ങളുടെ ആളുകളുടെ മുഴുവൻ നിക്ഷേപം പിൻവലിക്കാൻ ഒരു ആഹ്വാനം കൊടുക്കുന്ന നിലയിലേക്ക് ഒട്ടും പക്വതയില്ലാത്ത ഒരു സംവിധാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറാമോ എന്ന ചോദ്യം അവിടെയാണ് അദ്ദേഹം ചോദിച്ച പോലെ, അനിൽകുമാർ ചോദിച്ച പോലെ, ഈ കോൺഗ്രസിലെ തന്നെ സഹകാരികൾക്ക് മുസ്ലിം ലീഗിന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? 2, ചേവായൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെ കോടതിയിലേക്ക് പോയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. കോടതിയുടെ നിരീക്ഷണവും കോടതിയുടെ നിർദ്ദേശങ്ങളും ഒക്കെ അവിടെയുണ്ട്. അവിടെ തന്നെ കോടതിയിലേക്ക് പോയപ്പോൾ പ്രാഥമികമായി അവിടെ താങ്കൾ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നോ സ്റ്റേ ചെയ്യാനോ ആവശ്യപ്പെട്ടിട്ടും കോടതി അംഗീകരിച്ചിട്ടില്ല. അതൊക്കെ പരിശോധിക്കാൻ നിയമപരമായ സംവിധാനമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ വിരോധം അത് സഹകരണ മേഖലയിലേക്ക് വല്ലാതെ ഇങ്ങനെ പ്രസരിപ്പിക്കാമോ, കടത്തിവിടാമോ? മാലപ്പടക്കം പോലെ സംഘങ്ങൾ പൊട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിൻ്റെ ഉടമകളായി മാറാമോ? അല്ല, ഞാൻ ഇപ്പൊ ഇവര് രണ്ടുപേരും പറഞ്ഞ കാര്യത്തിന് എനിക്കൊരു മറുപടി പറയാനുള്ള സമയം തരണം. പരിമിതമായിട്ടാണ് ഇപ്പോൾ കട്ടാകുമെന്നും കൂടെ സംശയമുണ്ട്. ഒന്ന്, അനിൽകുമാർ ഞങ്ങളുടെ പഴയ നേതാക്കളെ കുറിച്ചൊക്കെ നല്ലത് പറഞ്ഞതിൽ സന്തോഷം. കാരണം ഉമ്മൻചാണ്ടി ലോറിക്കകത്ത് പണവുമായിട്ട് പോയി എന്നായിരുന്നല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും പറഞ്ഞത്. അതായത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകളെ കുറിച്ച്, കരുണാകരനെ കുറിച്ചൊക്കെ അങ്ങ് നല്ലത് പറഞ്ഞതിൽ ഉള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുക. പിന്നെ ജോസ് ഫിലിപ്പ് സാറിൻ്റെ പ്രസംഗം എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. ഞാൻ എന്താ പറയുക, തെല്ല് രോമാഞ്ചത്തോടു കൂടിയാണ് അത് കേട്ടുകൊണ്ടിരുന്നത്. സാറേ, ഈ പ്രസംഗം
ആ കരുവന്നൂരിലെ നിക്ഷേപകരോടും കണ്ടലയിലെ നിക്ഷേപകരോടും കൂടി അങ്ങനെ പറയണം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ എന്നെയൊക്കെ ബോധവൽക്കരിക്കാനാണല്ലോ അങ്ങ് സഹകരണ മേഖലയുടെ മികവിനെ കുറിച്ചൊക്കെ. ഞങ്ങൾക്ക് ഒരാൾക്കും സഹകരണ മേഖലയുടെ മികവിനെയോ പ്രാധാന്യത്തെക്കുറിച്ചോ ഒന്നും ഒരു തർക്കവുമില്ല സാർ. ഞങ്ങൾ സഹകരണ മേഖലയിൽ ആരും പണം നിക്ഷേപിക്കരുതെന്നോ പിൻവലിക്കണമെന്നോ അല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ, വെരി സ്ട്രെയിറ്റ്ലി ഐ ആം ടെല്ലിങ്, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ ഗുണ്ടായിസം കാണിച്ച്, അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ച് ഗുണ്ടകളെ കൊണ്ടുവന്ന് ആ ബാങ്ക് പിടിച്ചെടുത്താൽ അവിടുത്തെ കോൺഗ്രസ്സുകാരായ നിക്ഷേപകർ, UDFകാരായ നിക്ഷേപകർ ഇനി ആ ബാങ്കുമായിട്ട് സഹകരിക്കേണ്ട എന്നുള്ള വെരി സ്ട്രെയിറ്റ്. അത് കേരളത്തിലെ 14,000 ബാങ്കിലല്ല, പത്തനംതിട്ടയിൽ നിങ്ങൾ പിടിച്ച 23, ഇപ്പൊ ചോവായൂരിലെ 1, 24. അങ്ങനെ നിങ്ങൾ അധികാരത്തിന്റെ ബലം കൊണ്ട് ബംഗാൾ അല്ല എന്താ പറഞ്ഞ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല, അതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാവുന്നേ. ഞങ്ങള് സഹകരണ മേഖലയെ തകർക്കുമെന്നോ അല്ലെങ്കിൽ തകർക്കാനോ അല്ല. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്ക് നിങ്ങൾ കള്ളയോട്ടിന്റെ പിൻബലത്തിൽ, ഗുണ്ടായിസത്തിന്റെ പിൻബലത്തിൽ ആളുകളെ അടിച്ചോടിച്ച് അല്ലെങ്കിൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് പിടിച്ചെടുത്ത ബാങ്കുകളിൽ നിന്ന് ഞങ്ങളുടെ ആളുകൾ ഇട്ടിരിക്കുന്ന പണമൊന്ന് പിൻവലിക്കാനുള്ള ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യം ഞങ്ങൾക്കൊന്ന് തരൂ സാർ. ഞാൻ കൂപ്പുകയോടെ അങ്ങോട്ട് പറയുകയാണ്. അങ്ങ് കോവിഡ് കാലത്തെയും പ്രളയകാലത്തെയും ഒക്കെ സഹകരണ ബാങ്കുകളുടെ ഒക്കെ പ്രവർത്തനം അതെല്ലാം ഞങ്ങൾക്കറിയാവുന്നല്ലേ. ഞാനും ഒക്കെ സഹകരണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ നിങ്ങളോട്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മസിൽ പവർ ഉപയോഗിച്ച് ഗുണ്ടായിസം ഉപയോഗിച്ച് പിടിച്ചെടുത്ത ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ ആളുകളോട് ഇനി അവിടെ നിങ്ങൾ നിക്ഷേപിക്കേണ്ട. അല്ലാത്ത സ്ഥലമുണ്ടല്ലോ, അവിടെ ഇടതുപക്ഷം ഭരിച്ചോട്ടെ, കുഴപ്പമില്ല, ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കുകളും ഉണ്ടല്ലോ, അല്ലാത്ത ബാങ്കുകളിലൊന്നും കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഞങ്ങളുടെ ആളുകളെ തല്ലി ഓടിച്ച്, അവരെ വളഞ്ഞിട്ടടിച്ച്, അവരെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീകരമായി മാരകമായി മർദ്ദിച്ചിട്ട് അധികാരം പിടിച്ചെടുത്ത ബാങ്കുകളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ പൈസ ഞങ്ങളൊന്ന് പിൻവലിച്ച് അപ്പുറത്ത് CPM ഭരിക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, മര്യാദയ്ക്ക് ഭരിക്കുന്ന ബാങ്ക്, അവിടെ ഒന്ന് കൊണ്ടുയിടാൻ ഞങ്ങളെ ജനാധിപത്യപരമായിട്ടൊന്ന് അനുവദിക്കണം. അത് മാത്രമേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുള്ളൂ. അത് ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യമാണ് സാർ. അത് സഹകരണ മേഖലയെ തകർക്കാനല്ല, സഹകരണ മേഖലയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഹകരണ മേഖലയിൽ എല്ലാ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിനും ഞങ്ങൾ പിന്തുണ നൽകിയവരാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ. പക്ഷേ നിങ്ങൾക്കത് വേണ്ട, കാരണം നിങ്ങൾക്കിത് പിടിച്ചെടുത്താൽ മതി. പിടിച്ചെടുക്കുക എന്നുള്ളതാണല്ലോ. അങ്ങനെ അധികാരമുള്ളവൻ, ശക്തിയുള്ളവൻ ഇതെല്ലാം പിടിച്ചെടുക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക്, അതാണല്ലോ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്, അതാണല്ലോ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത്. നമുക്ക് എന്താ പറഞ്ഞ ഗുജറാത്തിനെ കുറിച്ചുള്ള ആക്ഷേപം അതാണല്ലോ, കയ്യൂക്കുള്ളവൻ, മസിൽ പവർ ഉള്ളവൻ ബാക്കിയുള്ളവനെ അടിച്ചു ഓടിച്ചിട്ട് ഇത് പിടിച്ചെടുക്കുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, അത് വേണ്ട എന്ന് പറയാനാണ് പ്രതിപക്ഷ നേതാവ്. അല്ലാതെ സഹകരണ മേഖലയെ തകർക്കാനോ സഹകരണ മേഖലയ്ക്ക് എതിരായിട്ടുള്ള വാക്കുകൾ അല്ല എന്ന് ഞാൻ ശരത്തിനെ ഓർമ്മപ്പെടുത്തി. ഇത് കോൺഗ്രസിലെ എല്ലാ സഹകാരികളുടെയും ശബ്ദമാണോ? കോൺഗ്രസിന്റെ ആകെ നിലപാടാണോ? മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ഇതാണോ? കോൺഗ്രസിന്റെ മാത്രമല്ല, അങ്ങനെയും ചോദ്യം കോൺഗ്രസിന്റെ മാത്രമല്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ ശബ്ദമാണ്. ഞങ്ങളെ അടിച്ചോടിച്ചിട്ട് പിടിച്ചെടുത്ത ബാങ്കുകളിൽ ഞങ്ങൾ നിക്ഷേപങ്ങളില്ല, ഞങ്ങൾ അത് പിൻവലിക്കുന്നു. അപ്പുറത്തെ CPM ഭരിക്കുന്ന ബാങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി ഇടാന്നേ. ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് എന്താ CPM-ആയിട്ട് എന്തെങ്കിലും പ്രതിസന്ധിയോ അല്ല ആശയപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളതാണ്? മറിച്ച് ക്രിമിനലുകളെ ഉപയോഗിച്ച് ബാങ്ക് പിടിച്ചെടുത്തിട്ട് ഞങ്ങളുടെ പണം ആ ബാങ്കിൽ, അത് വേണ്ട. അത് അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. അത് വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടിയില്ല. അതിന് ജോസ് ഫിലിപ്പ് സാറിനോട് പറയുന്നു, അങ്ങ് ഇത്രയും ബോധവൽക്കരണം ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ സഹകരണ മേഖലയ്ക്ക് എതിരല്ലല്ലോ. ഞങ്ങളല്ലേ കേരളത്തിൽ എവിടുന്നാണ് ഇത് തുടങ്ങിയത്? അതിനുശേഷമാണല്ലോ നിങ്ങളൊക്കെ വന്നത്, അതിനുശേഷമാണല്ലോ ഇടതുപക്ഷം വന്നത്. അപ്പോ സഹകരണ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, ജനങ്ങളുടെ നിക്ഷേപമാണ്. ആ നിക്ഷേപകരെ ഇല്ലെങ്കിൽ അതിന്റെ വോട്ടർമാരെ അടിച്ചു ഓടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഭരിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളൊന്ന് പ്രതിഷേധിക്കും സാർ. അത് ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധമേ ഉള്ളൂ. പിന്നെ ED വന്നതോ അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യാവുന്നേ. ഏതായാലും ED വന്നത് തെറ്റോ ശരിയോ ആകട്ടെ, 400 കോടി രൂപ നിക്ഷേപകർ ഇപ്പോഴും പെരുവഴിയിലാണല്ലോ. 16,000 ആളുകൾ ഞങ്ങളുടെ നിക്ഷേപം കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു അവരെ സമാശ്വസിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കും. മറിച്ച് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കുകൾ മസിൽ പവറിന്റെയും കള്ളയോട്ടിന്റെയും ബലത്തിൽ പിടിച്ചെടുത്തിട്ട് ഇനി നിങ്ങൾ അവിടെ ഡിപ്പോസിറ്റും കൂടെ തുടരണമെന്ന് പറഞ്ഞാൽ ഞാൻ വരാം. ഏതായാലും സേനാപതി, ഞാൻ താങ്കളിലേക്ക് അടുത്ത റൗണ്ട് വരുമ്പോൾ ഓർത്ത് വെച്ചാൽ മതി. ED-യെ കുറിച്ചും കരുവന്നൂരിൽ കയറിയിറങ്ങുന്ന ED-യെ കുറിച്ചൊക്കെ കഴിഞ്ഞ തവണയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇതായിരുന്നില്ല ആവേശം. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടി. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുമ്പോഴേക്ക് വളരെ നൈസായിട്ട് പുറകോട്ട് മാറുകയാണ് സേനാപതിയൊക്കെ. മറ്റത് വളരെ ആവേശത്തോടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കടന്നാക്രമിക്കാൻ വലിയ തോതിൽ ED-യെ മുറുകെ പിടിച്ച
ചർച്ചകളൊക്കെ ഞാനൊന്ന് ഓർത്തു പോയിന്നേ ഉള്ളൂ. ഞാൻ വരാം. ശ്രീ അനിൽകുമാർ, അതൊക്കെ നമ്മൾ നമുക്ക് വീണ്ടും അല്ല, അപ്പൊ ഇന്നും ഇവരോട് വാദിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഏതായാലും ഇഡിക്ക് തിരിച്ചടി കിട്ടുമ്പോൾ നിങ്ങളുടെ വാദം ആ നിലയിൽ നിൽക്കുകയുമില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. ഞാൻ വരാം. ഇവിടെ ശ്രീ അനിൽകുമാർ, മനീഷ് സിസോദിയെ അകാരണമായി അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ്. ആ കാര്യത്തിൽ ഒന്നും ദേശീയ തലത്തിൽ പറഞ്ഞോട്ടെ, ഇ ഡിയെ പറ്റി നമ്മൾ പറയുന്നു. ഇ ഡി ഡിമോണിറ്റൈസേഷൻ സമയത്തും ഇതേപോലെ ബാങ്കുകളിൽ, കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെല്ലാം തന്നെ കള്ളപ്പണമാണെന്ന് പറഞ്ഞിട്ടാണ് ഇ ഡി പരിശോധന വളരെ വ്യാപകമായിട്ട് നടത്തിയത്. പക്ഷേ 1 രൂപ പോലും കള്ളപ്പണം പിടിച്ചെടുക്കാനായിട്ട് അന്നും സാധിച്ചില്ല, ഇന്നും സാധിച്ചിട്ടില്ല. ഇപ്പോഴും കള്ളപ്പണം ഇതുവരെ ഒന്നും ഒരു ബാങ്കിൽ നിന്നും ഇ ഡിക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്, സഹകരണ ബാങ്കിൽ നിന്ന് സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വസ്തുത. അല്ല, അത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനകത്ത് ആ ഭരണസമിതികൾ വ്യത്യസ്ത രാഷ്ട്രീയ നേതൃത്വങ്ങളുടേതു കൂടിയാണ് എന്നുകൂടിയുണ്ട്. അപ്പോൾ ശ്രീ അനിൽകുമാർ, ഇവിടെ ഇപ്പോൾ സേനാപതി പറഞ്ഞ, അല്ലെങ്കിൽ വി ഡി സതീശൻ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ നീക്കമുണ്ട്. അത് സേനാപതി പറയുന്നത്, തങ്ങൾ വല്ലാതെ വലഞ്ഞിരിക്കുന്നു, നിവൃത്തികേടിൻ്റെ ഒരു ഘട്ടം വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാകുന്നു സഹകരണ മേഖലയിൽ, അതുകൊണ്ട് തന്നെ ആ ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നതുകൊണ്ട്, തങ്ങളുടെ കയ്യിലിരിക്കുന്ന സംഘങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പുതിയ തിരിച്ചടി, രാഷ്ട്രീയ തിരിച്ചടി ഈ പ്രഖ്യാപനത്തിലൂടെ നടത്താം, അല്ലെങ്കിൽ നടത്തേണ്ട നിലയിലേക്ക് അവർ നിർബന്ധിതരായിരിക്കുന്നു എന്ന വാദമാണ് ഇവിടെ ഇപ്പോൾ സേനാപതി അവതരിപ്പിച്ച് മുന്നോട്ട് വെച്ചത്. ആ വാദഗതിയുമായി പ്രതിപക്ഷത്തിന് കുറേ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ വാദത്തിനൊരു സ്വീകാര്യത നേടിയെടുക്കാൻ കഴിയുമോ? അല്ല, ഈ 8.25 കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ സഹകരണ മേഖലയെ സംബന്ധിച്ച് ഇത്തരമൊരു അഭിപ്രായം ആളുകൾക്കുണ്ട് എന്ന ഒരു നിലയില്ല എന്നാണ് എൻ്റെ ധാരണ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയായിട്ട് സഹകാരികളുടെ നിലയ്ക്ക് അവിടെ മത്സരിച്ച് ജയിക്കാറുണ്ട്. പരസ്പരം പിരിച്ചെടുക്കുന്ന പരിപാടികളുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ്. മുമ്പങ്ങനായിരുന്നു. മാറി വരുമ്പോൾ LDF ഉം UDF ഉം മാറി വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി മാറി വരുന്ന ഘട്ടത്തിനകത്ത് ഈ സഹകരണ ബാങ്കുകളെ പിടിച്ചെടുക്കുക എന്നത് അജണ്ടയായി അംഗീകരിച്ച് നടപ്പാക്കിയിരുന്നു. UDFകാരിടയ്ക്കൊരു സൂത്രം കാണിച്ചു. 5 കൊല്ലക്കാലം ഭരണകാലാവധി ഉണ്ടായിരുന്ന സംഘങ്ങൾക്ക് 3 കൊല്ലമായിട്ട് കുറച്ചു. UDF അധികാരത്തിൽ വന്നിട്ട് ചെയ്ത പണിയാണ്. എന്തിനാ കുറയ്ക്കുന്നത്? കുറച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഭരണസമിതി ഇല്ലാതാക്കാം. കാലാവധി കഴിഞ്ഞല്ലോ, എന്നിട്ട് പിടിച്ചെടുക്കാം. അങ്ങനെ 5 കൊല്ലം കാലാവധി ഉണ്ടായിരുന്നതിനെ 3 കൊല്ലം കുറച്ചിട്ട് പിടിച്ചെടുത്ത ഒരു പാരമ്പര്യം UDFന് കേരളത്തിലുണ്ട്. അങ്ങനെ നിങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടും സഹകാരികൾ പൊതുവിൽ ഇടതുപക്ഷത്തെയാണ് പിന്തുണച്ചത്. ഈ കരിവന്നൂർ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് മാലപ്പടക്കം പോലെ പൊട്ടിക്കുമെന്നാണല്ലോ പറഞ്ഞത്. കരിവന്നൂരുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു ആക്രമണം? ആ ആക്രമണത്തിൽ ED മാത്രമല്ല, കേരളത്തിലെ മാധ്യമങ്ങളാണ്. മലയാള മനോരമ അടക്കം, മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളുടെ മുൻപേജ്, ഇവിടുത്തെ ചാനലുകൾ പ്രൈം ടൈം വാർത്ത മാത്രമല്ല, പ്രധാനപ്പെട്ട എല്ലാ വാർത്തയും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്പത്തെന്ന് പറയുന്നത് ഈ പറയുന്ന ബാങ്കുകളിലെ പണമാണ് എന്നായിരുന്നു പ്രചരണം. CPMൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി, ആ ജില്ലാ കമ്മിറ്റിക്ക് 5 അക്കൗണ്ടുകൾ കരിവന്നൂർ ബാങ്കിലുണ്ട്. അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു. മനോരമയുടെ ഫ്രണ്ട് പേജിലെ വാർത്തയായിരുന്നു. എന്നിട്ട് എവിടെ പോയി അക്കൗണ്ട്? എന്തായിരുന്നു ഫ്രീസ് ചെയ്തിട്ടുള്ള അവസ്ഥ? അവിടെ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടക്കാൻ പാടില്ലാത്ത തെറ്റുകളാണ് അവിടുത്തെ ജോലിക്കാരും അത് കൈകാര്യം ചെയ്യേണ്ട അവിടുത്തെ ഭരണസമിതിയുടെ വീഴ്ചയും മൂലം സംഭവിച്ചിട്ടുള്ളത്. അതിന് കേരളത്തിലെ LDF സർക്കാർ എന്തെങ്കിലും ദാക്ഷിണ്യം കാണിച്ചോ? സഹകരണ ബാങ്കിൻ്റെ ചുമതലയുള്ള ഓഡിറ്റർമാരടക്കം പ്രതികളാകത്തക്ക വിധം ക്രൈംബ്രാഞ്ചുകൾ 38 കേസുകളോട് രജിസ്റ്റർ ചെയ്തില്ലേ? ക്രൈംബ്രാഞ്ച് കേസെടുത്തില്ലെങ്കിൽ EDക്ക് കരിവന്നൂരിൽ വരാൻ പറ്റുമായിരുന്നില്ല. കാരണം ഒരു ക്രിമിനൽ കേസ് ഉണ്ടായെങ്കിൽ മാത്രമേ EDക്ക് മറ്റൊരു കേസെടുക്കാൻ പറ്റൂ, മണി ലോണ്ടറി കേസെടുക്കാൻ പറ്റൂ. അപ്പോൾ കരിവന്നൂർ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ച പിണറായി സർക്കാർ ഇനി എന്താ തീരുമാനിക്കേണ്ടത്? സഹകരണ ബാങ്കിൽ ക്രമക്കേട് നടന്നാൽ തുടരുത്, തൊട്ടാളെന്ത് ചെയ്യും? ED വരും. ഇനി ED വന്നിട്ട് സഹകരണ ബാങ്കിനെ രക്ഷിക്കാനാവുന്നത്? നരേന്ദ്രമോദി സരസുവിനെ വിളിക്കുന്നു. സരസു എന്തിനാ സരസുവിനെ വിളിക്കുന്നത്? കരിവന്നൂരെ ആളുകൾക്കെല്ലാം പൈസ കൊടുക്കും മോദി. എവിടെ നിന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്? ഉണ്ടല്ല, വയനാട്ടിൽ കാശ് കൊടുക്ക്.
സരസു പറയുകയാണ് മോദി പൈസ തരാൻ പോകണു കരിവന്നൂരിൽ. കരിവന്നൂർ ബാങ്കിൻ്റെ സാഹചര്യം നിങ്ങൾക്കറിയൂ? ആ ബാങ്കിൻ്റെ അസറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആ ബാങ്കിനകത്ത് തെറ്റായ നിലയ്ക്ക് ഇവർ അപഹരിച്ച പണത്തിൻ്റെ എത്രയോ ഉയരത്തിലുള്ള ഫിക്സഡ് അസറ്റ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത് കരുവന്നൂർ ബാങ്കിൽ പണം ഇട്ട ഒരാൾക്ക് പോലും പണം നഷ്ടപ്പെടില്ല. കരുവന്നൂരെന്നല്ല ഏത് സഹകരണ ബാങ്കിനെയാണെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളതാണ് LDF സർക്കാരിൻ്റെ നയം. അവിടെ ED വന്നിട്ട് എന്താ ഇത്? അവിടുത്തെ നല്ല നിക്ഷേപകരുടെ എല്ലാം നല്ല വായ്പക്കാരുടെ എല്ലാം ആധാരം എടുത്തുകൊണ്ട് ED വീട്ടിൽ പോയി. എന്തിനാണ് കൊണ്ടുപോയത്? ഒരു കാരണവശാലും ആ പണം തിരിച്ചടച്ച് വായ്പകൾ സെറ്റിൽ ചെയ്യരുത്. EDയുടെ ഉദ്ദേശം എന്താണ്? കരുവന്നൂർ ബാങ്ക് പൊളിക്കണം. പൊളിച്ചാലോ ആർക്ക് പണം കിട്ടരുത്. പണം കിട്ടാതെ വന്നാലോ ബാങ്ക് പൊളിഞ്ഞു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ആക്രമണം നടത്താം. അതും ഞങ്ങൾ പൊളിച്ചു. മാധ്യമങ്ങളും EDയും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള എല്ലാ തെറ്റായ കാര്യങ്ങളെയും പ്രചരണങ്ങളെയും മറികടന്നിട്ടാണ് കരുവന്നൂർ നിലനിൽക്കുന്നത്, മറ്റ് സഹകരണ ബാങ്ക് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരള ബാങ്കിന് മലപ്പുറം അതിൻ്റെ ഭാഗമായിരുന്നില്ല. അവസാനം മലപ്പുറം ഭാഗമാകണമെന്ന് അവരപേക്ഷിക്കുകയാണ്. കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ കോടതി തിരുത്തിക്കുകയാണ് മലപ്പുറം കൂടെ ചേരട്ടെ. മലപ്പുറം ചേർന്നപ്പോൾ CPM എന്താ തീരുമാനിച്ചത്? CPMകാരെങ്കിലും കേരള ബാങ്കിൽ ഡയറക്ടർ ബോർഡ് ആകട്ടെ എന്നാണോ? അല്ല. മലപ്പുറത്തെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമുള്ള ഒരു UDFൻ്റെ MLA അതിൻ്റെ ഉള്ളിലേക്ക് കേരള ബാങ്കിലേക്ക് വന്നു. ഞങ്ങൾക്ക് രഹസ്യമുണ്ടെങ്കിൽ കേരള ബാങ്കിൽ UDFൻ്റെ MLA കയറ്റുമോ? സഹകരണ ബാങ്കിൽ ഞങ്ങൾക്ക് ഒളി അജണ്ടയുണ്ടെങ്കിൽ ലീഗിൻ്റെ ഒരു MLA കേരള ബാങ്ക് പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് കയറ്റുമോ? രഹസ്യങ്ങളില്ല. പക്ഷേ ചൊവ്വായൂരിൽ കോൺഗ്രസിനകത്താണ് വെല്ലുവിളി, കോൺഗ്രസിനകത്താണ് പ്രതിസന്ധി. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിലെ വിമതരെയാണ് പ്രതിപക്ഷ അവിടുത്തെ KPC പ്രസിഡന്റ് ഒന്ന് വെല്ലുവിളിച്ചത്. തലവെട്ടും കാലുവെട്ടും ജീവിക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഊഴമായി. അവർ തമ്മിലാണ് മത്സരിക്കുന്നത്. ശരി, അവർ തമ്മിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ തലവെട്ട് വന്ന് KPC പ്രസിഡന്റ് വന്ന് പ്രതിപക്ഷ നേതാവിന് കുറയ്ക്കാൻ പറ്റത്തില്ല. അവർ തമ്മിൽ മത്സരിക്കട്ടെ. ഇവരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ഒന്നും ഒരു വാക്കുകൾക്കും കേരളത്തിൽ വിലയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റൈറ്റ്. ശ്രീ ജോസ് ഫിലിപ്പ്, നേരത്തെ താങ്കൾ സംസാരിച്ചപ്പോൾ അല്പം അസ്വസ്ഥജനകമായിട്ട് ശ്രീ സേനാപതിക്ക് തോന്നിയിട്ടുണ്ടാകും. കാരണം ഈ ഘട്ടത്തിൽ മികവുകൾ പറയുന്നത് അദ്ദേഹത്തിന് താങ്കൾ ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാകും. അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക, എന്തുമാവട്ടെ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് കേരളത്തിൻ്റെ സഹകരണ മേഖലയെക്കുറിച്ച് നമ്മൾ പറയുന്ന ഓരോ വാചകവും ഇതിൻ്റെ മികവിനെ ആളുകൾക്ക് ഓർത്തെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ അതുമായി ബന്ധപ്പെട്ട് കേരള സഹകരണ മേഖലയുടെ മികവുകളെക്കുറിച്ച് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഓരോന്ന് ചെയ്യുമ്പോഴും ആരാണ് ഭരണസമിതി എന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ സഹകരണ മേഖലയുടെ മികവും അഭിമാനവുമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട താങ്കൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആലോചിക്കായിരുന്നു, വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ സമയത്ത് ആദ്യം തന്നെ ആ ചൂരൽമല ഭാഗത്തെ വായ്പകൾ എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിച്ചത് നമ്മുടെ കേരള ബാങ്കാണ്, സഹകരണ മേഖലയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഈട് നൽകിയ വീടും വസ്തുവും നഷ്ടപ്പെട്ടവർക്ക് സഹായം നൽകാനും പൊതുമേഖലാ ബാങ്കുകളെ ആ നിലയിലേക്ക് പ്രേരിപ്പിക്കാനും ഉതകുന്ന വളരെ ശക്തമായിട്ടൊരു നിലപാട് സ്വീകരിച്ചത് ഇതേ സഹകരണ മേഖലയാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് കേരള ബാങ്ക്. അതുപോലെ തന്നെ കുറച്ച് ഞാൻ ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിലെ ഒരു കണക്ക് നോക്കിയാൽ ഏതാണ്ട് 7-10 ഇടയിൽ കോടി രൂപയാണ് സഹകരണ മേഖല അടിയന്തരമായ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. ആ കാലത്തെ കണക്കാണ്, ഏറ്റവും ലേറ്റസ്റ്റ് കണക്കല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ നാളിതുവരെ ഇല്ലാത്ത ഒരു പുതിയ ശൈലി രൂപപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു, അത് ആവർത്തിക്കുന്നു ശ്രീ സേനാപതി വേണു. അപ്പോൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു ശൈലി, അതായത് തോറ്റുപോയാലുടൻ തങ്ങളുടെ ആളുകളുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കണം എന്നൊരു രാഷ്ട്രീയ ആഹ്വാനം നൽകുന്ന നിലയിലേക്കൊരു ശൈലി കേരളത്തിൽ കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കത്തക്കതല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ സമീപനം അങ്ങേയറ്റം അപലപനീയമാണോ എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ ജോസ് ഫിലിപ്പ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്ത് പരാജയപ്പെടുന്ന ആളുകളും അവരുടെ അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്ത ആളുകളും എല്ലാം തന്നെ നിക്ഷേപം പിൻവലിക്കാനായിട്ട് തുടങ്ങിയാൽ എല്ലാ സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചും അത് പ്രശ്നമുണ്ടാവും. അതൊരു ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ സ്വീകരിക്കാൻ ഇടയില്ലാത്ത, ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സമീപനമായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സഹകരണ മേഖലയെപ്പറ്റി പറയുമ്പോൾ കേരളത്തിൽ മാത്രമല്ല സഹകരണ സംഘങ്ങളുള്ളത്. ഇന്ത്യയിലൊട്ടാകെ 8.5 ലക്ഷം സഹകരണ സംഘങ്ങളുണ്ട്.
എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത്രത്തോളം വ്യാപകമായിട്ട് സഹകരണ മേഖലയിൽ ഇടപെടുന്നത്? നേരത്തെ അനിൽകുമാർ സാർ പറഞ്ഞു 3-4 വർഷമായി ഈ സഹകരണ മന്ത്രാലയം രൂപീകരിച്ചിരുന്നത്. ശരിക്കും സഹകരണ മന്ത്രാലയം രൂപീകരിക്കുന്നത് 2023 ജൂലൈ മാസത്തിലാണ്. അതായത് 1-1.5 വർഷമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള പ്രവർത്തനം സഹകരണ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1607 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വളരെ വ്യാപകമായിട്ടുള്ളൊരു സംവിധാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ, സ്വതന്ത്രമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടു കഴിഞ്ഞു. പ്രത്യേക ഓംബുഡ്സ്മാൻ രൂപീകരിച്ചു കഴിഞ്ഞു. ഇൻഫർമേഷൻ ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഏതാണ്ട് 7,97,000 സഹകരണ സംഘങ്ങൾ മറ്റ് സംസ്ഥാന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവയ്ക്ക് അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള സംവിധാനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഈ 1600 സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ഈ സഹകരണ മേഖലയെ വളരെ വ്യാപകമായിട്ട് സ്വാധീനിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും സമീപിക്കുമ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാരണവശാലും കേരളത്തിലെ എന്നല്ല ഒരു സ്റ്റേറ്റിലെയും സഹകരണ പ്രസ്ഥാനത്തെ പിന്നോക്കം പോകാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം സമൂഹത്തിൽ ഏറ്റവും ആഴത്തിൽ വേരൂന്നിയ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സഹകരണ മേഖലയ്ക്ക് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ തൊഴിലാളികളുടെ എല്ലാം തന്നെ ജീവിതത്തിൽ വളരെ നിർണായക സ്വാധീനമാണ് ചെലുത്താനുള്ളത്. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളോടും അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സമീപനം എന്ന് പറയുന്നത് ഒരു കാരണവശാലും സഹകരണ പ്രസ്ഥാനത്തിന് ഭൂഷണമായ ഒരു കാര്യമല്ല. അതാരും പറയാൻ മുതിരുമെന്നും തോന്നുന്നില്ല. സുഹൃത്ത് സേനാപതി വേണു സാറ് നേരത്തെ സൂചിപ്പിച്ചത് സഹകരണ മേഖലയെ താർക്കാനല്ല ഈ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല വാചകം പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ 1-2 ആളുകൾ വിചാരിച്ചാൽ താർക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല എന്നുകൂടി മനസ്സിലാക്കണം. കാരണം ഇതേതാണ്ട് 100-120 വർഷത്തോളം പഴക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. അതിൽ ഒരുപാട് ആളുകളുടെ ജീവനും സ്വത്തും ഒക്കെ തന്നെ അർപ്പിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 1-2 ആളുകൾ മാത്രം വിചാരിച്ചാൽ ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ നേരത്തെ കരുവന്നൂരിൻ്റെയും കണ്ടലയുടെയൊക്കെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ പറയുന്ന കരുവന്നൂരിലായാലും കണ്ടലയായാലും സുൽത്താൻ ബത്തേരി ആയാലും അല്ലെങ്കിൽ മാവേലിക്കര താലൂക്ക് ബാങ്കിലായാലും പുൽപ്പള്ളിയിലായാലും അവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ സമയത്ത് നിലവിലുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സർക്കാർ ആ ഉത്തരവാദിത്തം ചെയ്യുന്നുണ്ട്. അതിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പദ്ധതികൾ ഇപ്പം ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച സഹകരണ പുനരുദ്ധാരണ നിധി, അങ്ങനെ ഒരു നിധി പുതുതായിട്ട് രൂപീകരിച്ച് സഹകരണ സംഘങ്ങളെ നിലനിർത്താനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. മാത്രമല്ല കരുവന്നൂരിൻ്റെ കാര്യത്തിൽ നമ്മൾ വാർത്തകളിലൊക്കെ ഈ വിവാദം വലിയ വാർത്തയാകുമ്പോൾ കരുവന്നൂരിലേക്ക് നിക്ഷേപകർക്ക് അവർക്ക് കിട്ടേണ്ട പണം അവർക്ക് മടക്കി കൊടുത്തത് ഏതാണ്ട് ഒരു 170 കോടിയോളം രൂപ വരും. പക്ഷേ അതിന് അത്ര വലിയൊരു പ്രാമുഖ്യമൊന്നും ആ വാർത്തകൾ വരാറുമില്ല. വളരെ ചെറിയൊരു വാർത്തയായി നമ്മൾ അത്ര സൂക്ഷ്മതയോടെ നോക്കിയാൽ മാത്രമേ അത് കാണാൻ കഴിയൂ. അപ്പുറത്താണെങ്കിൽ അതിന് ഭയങ്കരമായ സ്വീകാര്യതയും വലിയ വിവാദവും. പക്ഷേ ശരിയായ കാര്യങ്ങൾ നാടറിയേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അതിനെ വല്ലാതെ മിനിമൈസ് ചെയ്യുന്നൊരു പ്രവണത കൂടിയുണ്ട്. പക്ഷേ ആ പ്രോസസ്സും മറുഭാഗത്ത് വളരെ ശക്തമായി നടന്നു വരുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ ED വരുമ്പോൾ EDക്ക് ആത്യന്തികമായ തിരിച്ചടി സംഭവിക്കുന്നത്. മറുഭാഗത്ത് ഒരു സംസ്ഥാനം എന്ന നിലയിൽ സഹകരണ മേഖലയെ സംരക്ഷിച്ചുകൊണ്ട്, ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല പറയുന്നത്, ആ സഹകരണ മേഖലയ്ക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ട സംരക്ഷണവും നടപടികളും മറുഭാഗത്ത് നടക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി. പക്ഷേ അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് അങ്ങേയറ്റം അപകടകരമായ പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ചർച്ചയ്ക്ക് ആധാരമായി വന്നിട്ടുള്ളതും അതിൻ്റെ വിവിധ തലങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതും. ഞാൻ ഈ ചർച്ചയുടെ ഒരു അവസാന മിനിറ്റുകളിലേക്ക് വരുമ്പോൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയുടെ ഭാഗമായി വന്ന വിഷയങ്ങളിലെ ചില കണക്കുകൾ, കൃത്യമായ കണക്കുകൾ തന്നെയാണ്. അത് ഈ ഇടവേളയുടെ സമയത്ത് ഞാനൊന്ന് പരിശോധിച്ചെടുത്തതാണ്. അതായത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് 134 കോടി രൂപയാണ് ഇതിനോടകം മടക്കി കൊടുത്തത്. 134 കോടി രൂപ. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 1 ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന നിലയിൽ വരുന്ന ഒരാൾ പോലുമില്ലാതെ എല്ലാവരുടേതും
നൽകിക്കഴിഞ്ഞു എന്ന ഒരു വിവരമുണ്ട്. അതുപോലെ സ്വർണ്ണ പണയം എന്നുള്ളത് വളരെ സജീവമായി ബാങ്കിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിക്ഷേപ സമാഹരണത്തിൽ ബാങ്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യം, അതുപോലെ വായ്പ എടുത്തവർ വായ്പാ തിരിച്ചടവ് ആ പ്രോസസ്സിൽ വളരെ കാര്യമായി വരുന്നു എന്നതുപോലെയുള്ള വളരെ ആ ഒരു ബാങ്ക് ED അന്വേഷണമൊക്കെ അങ്ങനെ നടക്കട്ടെ, അതിൻ്റെ ദുരുദ്ദേശവും താല്പര്യവും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോഴും ആ ബാങ്കിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ട നടപടികൾ ഈ വിധത്തിലുണ്ട് എന്നുള്ള വസ്തുതകൾ വാർത്തകളിൽ നിന്നും വിവരങ്ങളിൽ നിന്നും ഞാൻ ഇടവേളയുടെ സമയത്തൊന്നും എടുത്തത്. അതേസമയം തന്നെ ഇപ്പോൾ ഒരു താരതമ്യത്തിന് വേണ്ടി ശ്രീ സേനാപതി വേണുവിന് അറിയാം, ഇപ്പോൾ പുൽപ്പള്ളി UDF കോൺഗ്രസ് ഭരിക്കുന്നിടത്ത് 32 കോടി രൂപയാണ് കൊടുത്തു തീർക്കാൻ ഇപ്പോഴുമുള്ള നടപടികൾ ആ ബാങ്ക് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 32 കോടി. മാവേലിക്കര നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ബാങ്കിൽ 60 കോടിയാണ് നിക്ഷേപകർക്ക് മടക്കി കൊടുക്കാനുള്ളത്. അവിടെയും നടപടികളില്ല. പക്ഷേ കരുവന്നൂരിലേക്ക് വരുമ്പോൾ 134 കോടി തിരിച്ചു കൊടുത്തുകൊണ്ട് ആ ബാങ്ക് വിശ്വാസ്യതയോടെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ശ്രീ സേനാപതി, പ്രതിപക്ഷ നേതാവാണ്, UDF രാഷ്ട്രീയത്തെ നയിക്കുന്നയാളാണ്, ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ സമീപനം അപക്വമാണ് എന്ന് പറയുന്ന ഒരു പൊതുവിമർശനം ശക്തമായി രൂപപ്പെട്ടിട്ടുണ്ട്. അത് സഹകരണ മേഖലയ്ക്ക് ഒരു ഗുണവും ചെയ്യില്ലാത്ത ഒരു സമീപനം. മാത്രമല്ല കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ദ്രോഹപരമായ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിനെ അടക്കം പ്രോത്സാഹിപ്പിക്കാൻ ഇത് ഇടവരുത്തു എന്ന പ്രശ്നം കൂടി, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. താങ്കളത് ഉൾക്കൊള്ളില്ല എന്നറിയാം, എങ്കിലും അങ്ങനെയും ഒരു യാഥാർത്ഥ്യവും സാഹചര്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ ശൈലി, ഇപ്പോൾ പ്രശ്നങ്ങളോട് ഈ രൂപത്തിലാണ് VD സതീശൻ പ്രതികരിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ആ ശൈലി ആർക്ക് അംഗീകരിക്കാനാകും? കോൺഗ്രസ്സുകാർ കൈയടിക്കും, പക്ഷേ പൊതുസമൂഹം അത് ഏറ്റെടുക്കുമോ, ഉൾക്കൊള്ളുമോ? ശരത്തെ, കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ പകുതി എന്ന് ഞാൻ പറയുന്നില്ല, ഏതായാലും പകുതിക്കടുത്ത ബാങ്കുകൾ ഭരിക്കുന്നത് ഞങ്ങളാണ്. ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇനി വേണ്ട, ഞങ്ങളുടെ ഇച്ചിരി കുറവാണെങ്കിലും 60-40% ബാങ്കുകൾ എങ്കിലും ഭരിക്കുന്നത് ഞങ്ങളാണല്ലോ. അപ്പോൾ ഇത്രയും ശക്തമായി സഹകരണ മേഖലയിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് മുഴുവൻ സഹകരണ ബാങ്കുകളെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹം വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞത്. ചൊവ്വായൂർ ബാങ്കിന്റെ ഒരു ബാങ്കിനെ കുറിച്ചായാലും ആ ശൈലി തെറ്റാണെന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. ശ്രീ സേനാപതി അത് അല്ല, അടച്ചാക്ഷേപിക്കുന്നു, അടച്ചു പറയുന്നു. പണ്ട് സി കേശവൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എന്തെങ്കിലും വലിയ അപരാധം എൻ്റെ പാർട്ടിയോട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. VD സതീശനെ കുറിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ കോൺഗ്രസിനും UDFനും എതിരായി എന്തോ കടുത്ത അപരാധം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് VD സതീശനെ വിമർശിക്കാം, K സുധാകരനെ വിമർശിക്കാം, ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങളുടെ പ്രസ്താവന സഹകരണ മേഖലയെ മുഴുവൻ തകർക്കാനാണ് എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഞങ്ങൾ അതൊന്നുമല്ല പറഞ്ഞത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ ആളുകൾ നിക്ഷേപം സ്വരുക്കൂട്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകൾ നിങ്ങൾ അധികാരത്തിന്റെയും ഗുണ്ടായിസത്തിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ പിടിച്ചെടുത്തതിന് ശേഷം ആ ബാങ്കിൽ ഞങ്ങളുടെ ആളുകൾ തുടർന്ന് അവരുടെ നിക്ഷേപം നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതിൽ കേട്ടിട്ട് സംശയം തോന്നിയിട്ടില്ല. താങ്കൾ പറഞ്ഞല്ലോ 60-40 ആണ്. ഇങ്ങനെ ഏതായാലും ഈ ശൈലി മറ്റാരെങ്കിലും കേരളത്തിൽ സഹകരണ മേഖലയുടെ കാര്യത്തിൽ സ്വീകരിക്കില്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷേ എങ്കിലും സാങ്കല്പികമായി ഞാൻ ചോദിക്കട്ടെ, താങ്കൾ തന്നെ പറഞ്ഞ 60% ഇടതുപക്ഷത്താണെങ്കിൽ അത്ര സ്വാധീനമുള്ള ഇടതുപക്ഷം നിങ്ങളുടെ 40% വരുന്ന സഹകരണ മേഖലയോട് ഇതേ സമീപനം സ്വീകരിക്കാൻ പോയാൽ എന്താവും അവസ്ഥ? അല്ല, അത് സ്വീകരിക്കപ്പെടാൻ പാടില്ല. കാരണം സഹകരണ മേഖലയിലെ തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യപരമായ രീതിയിൽ നടക്കണം. ജനാധിപത്യപരമായ രീതിയിൽ നിങ്ങളോട് ചെയ്യാൻ പാടില്ല. അവിടുത്തെ സഹകാരികൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അവിടെ ഭാരവാഹികളാക്കണം. അതല്ലാതെ യുദ്ധം ചെയ്തോ അതിർത്തിയിൽ വെട്ടിപ്പിടിക്കുന്നത് പോലെയോ അല്ല സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. സഹകരണ ബാങ്കിൽ ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നു, നാളെ അടുത്ത ഭരണസമിതി. ചേവായൂരിൽ നിങ്ങൾ പരസ്പരമാണ് യുദ്ധം ചെയ്തത്, കോൺഗ്രസ്സുകാർ തമ്മിലാണ് യുദ്ധം ചെയ്തത്. അവിടെ ബാങ്ക് ഭരിച്ചത് ഇടതുപക്ഷം അല്ല സാർ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അത് അതുകൊണ്ടാണ് K സുധാകരന് കൊലവിളി പ്രസംഗം നടത്തേണ്ടി വന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നിങ്ങൾക്ക് ആ വാദഗതികളൊക്കെ ഉയർത്താം, ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. നിങ്ങൾ ഭരണവും പിടിച്ചെടുത്തു. പക്ഷേ ഞങ്ങളുടെ ആളുകൾക്ക് ഇനി ഞങ്ങൾക്ക് അവിടെ ഡിപ്പോസിറ്റ് ഇടാൻ താല്പര്യമില്ല. അതൊന്ന് പിൻവലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ചേവായൂർ ബാങ്കിന്റെ പ്രസിഡന്റ് ആരാ ശ്രീ സേനാപതി വേണു? ഇപ്പോ ആയിക്കോട്ടെ, എനിക്കറിയില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു പേരില്ല. ആ പ്രസിഡന്റിന്റെ പേരെന്താണെന്നാണ് എന്റെ ചോദ്യം. എനിക്കറിയത്തില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നാണ് എന്റെ ചോദ്യം. ഞങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾ ലളിതമായി പറയുന്ന ഒരു കാര്യം, ആ ബാങ്കിനെ കുറിച്ച് ഇത്ര സൂക്ഷ്മമായി സംസാരിക്കുന്ന സേനാപതി എന്തുകൊണ്ടാണ് അത് വിട്ടുകളയുന്നത്? സേനാപതി ആ ബാങ്കുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും സംസാരിക്കുന്നു. എൻ്റെ ചോദ്യം, ആ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മോശപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ താങ്കൾ പറയുന്നു. എന്നാൽ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്?
അല്ല, ഞങ്ങൾക്ക് ഇനി ആ പ്രസിഡന്റിനോട് താല്പര്യമില്ലെന്ന്. ഇല്ല, ഞങ്ങളുടെ ആളുകൾക്ക് ചോദിക്കുക, ഇനി അവിടെ ഏതെങ്കിലും ആ, CPM പണം കാരനാണോ? നിക്ഷേപിക്കാൻ എനിക്കറിയില്ല. താല്പര്യമില്ല. ആ, ശരി. ഞങ്ങളത് പിൻവലിക്കുന്നു. അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞങ്ങളുടെ കയ്യിലിരുന്ന ഒരു ബാങ്ക് ഇനിയിപ്പോ അതിന്റെ അകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയോ ഇല്ലാത്തതൊക്കെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇനി കോൺഗ്രസ്സുകാർക്കും UDF-കാർക്കും ഇനി അതിൽ നിക്ഷേപം തുടരാൻ താല്പര്യമില്ല. ഞങ്ങൾക്കത് പിൻവലിക്കാൻ ഇനി ആ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് ഇനി കോൺഗ്രസ് ഇല്ലെന്നാണോ? ഇനി ചേവായൂരിന്റെ തെരഞ്ഞെടുപ്പിലേക്കും ആ ബാങ്കിലേക്ക് ഞങ്ങൾ ഇല്ല, ഞങ്ങൾ അവിടെ നിന്ന് പിൻവാങ്ങുന്നു എന്നാണോ? എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഇതെല്ലാം കൂടെ പറയാം. എന്ന് ഞങ്ങൾ പറഞ്ഞില്ലോ. തെരഞ്ഞെടുപ്പിനെ അല്ല, നിക്ഷേപം ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മത്സരിക്കാൻ തന്നെ പോകരുത്. ഹൈക്കോടതിയിലെ കേസ് പിൻവലിക്കണം. ഞങ്ങൾക്ക് ആ ബാങ്കുമായി ഇനി ഒരു പങ്കുമില്ല, ഞങ്ങളെല്ലാം വിട്ടു സുന്നിട്ടു. ഇതെല്ലാം കൂടെ എങ്ങനെ ശരിയാവും സേനാപതി? സ്ഥാപനമല്ലേ? ഒരു ഭാഗത്ത് നിങ്ങൾ നിക്ഷേപം പിൻവലിക്കുന്നു, ബാങ്കിനെ തകർക്കുന്നു, എന്നിട്ട് ആ ബാങ്കിന്റെ പേരും പറഞ്ഞ് കോടതിയിൽ കേസിന് പോകുന്നു, അതിന്റെ പേരിൽ സമരം ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെ ഒത്തുപോകും? ഞങ്ങളുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ സമഫലമായി ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തെ നിങ്ങൾ ഗുണ്ടായുസവും മസിൽ പവർ ഉപയോഗിച്ച് പിടിച്ചെടുത്തതിന് ശേഷം ഇനി ഞങ്ങൾ എന്തൊരു വൈരാഗ്യമാണ് നിങ്ങൾക്ക്? അങ്ങനെ വലിയ ആത്മബന്ധം ആ ബാങ്കിനോടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും പിൻവലിച്ചത് മാലപ്പടക്കം പോലെ പൊട്ടട്ടെ എന്ന് പറയുന്ന ആ മനോഭാവം ഉണ്ടല്ലോ, അത് മാരകമാണ്. അല്ല, ആ മനോഭാവത്തിന്റെ കാരണം വേറൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ കയ്യിലിരുന്ന ഒരു സ്ഥാപനം ഞങ്ങളെ അടിച്ചോടിച്ചിട്ട് ആളുകൾ കയറിയിരുന്നു കഴിഞ്ഞാൽ നിയമപരമായി ഫൈറ്റ് ചെയ്യണം, രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്യണം. അതിന് ശത്രുതാപരമായി അല്ല, സഹകരണ മേഖല ആകെ മുടിഞ്ഞു പോകട്ടെ എന്ന നിലയിൽ പറയല്ല അദ്ദേഹത്തെ പോലെ ഒരാൾ ചെയ്യേണ്ടത്. അതൊക്കെ ഞങ്ങൾ നിയമപരമായ രീതിയിലുള്ള ഫൈറ്റിംഗ്, അത് സമയമെടുക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ അടിച്ചോടിച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ മുഴുവൻ മാരകമായി ക്രൂരമായി തല്ലിച്ചതച്ചിട്ട് ആ ബാങ്ക് പിടിച്ചെടുത്തിട്ട് ഇനി ഞങ്ങളുടെ ആളുകളുടെ ഡിപ്പോസിറ്റ് അവിടെ കാര്യങ്ങൾ നടത്താം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് നടക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു. ഒരു മിനിറ്റോടെ എനിക്കിതാ കരുവന്നൂരിനെ കുറിച്ച് ഒരു മിനിറ്റ് ഇരിക്കുക. കരുവന്നൂരിനെ കുറിച്ച് ശ്രീ അനിൽകുമാർ പറഞ്ഞ താത്വികമായ അവലോകനങ്ങളെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് ആ കാര്യത്തിൽ 134 കോടി രൂപ കൊടുത്തു എന്നും പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ക്യാൻസർ രോഗി ചികിത്സയ്ക്ക് പണം കിട്ടാതെ, മകളെ കെട്ടിക്കാനുള്ള പൈസ ബാങ്കിലിട്ടത്, വീട് വെക്കാനുള്ള പൈസ ബാങ്കിലിട്ടത് കിട്ടാതെ തേരാപ്പാരം നടക്കുന്ന ആയിരങ്ങൾ കരുവന്നൂരിലുണ്ട്. അവർക്ക് കൂടി ഈ ചർച്ചയിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. കാരണം അത്രമേൽ മാധ്യമങ്ങൾ വളരെ നിതാന്തമായി സൂക്ഷ്മദർശിനിയായി നിൽക്കുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ പോലും വളരെ ശക്തമായി, കാരണം ഇഡിക്ക് തിരിച്ചടി കിട്ടുമ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണമെങ്കിൽ വരാം. പക്ഷേ ഇന്നും വന്നിട്ടില്ല, ഇന്നലെയും വന്നിട്ടില്ല, അതിന് മുമ്പും വന്നിട്ടില്ല. പക്ഷേ ആക്ച്വൽ കണക്കാണ് ഞാൻ അവതരിപ്പിച്ചു വെച്ചത്, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതുമല്ല. ശ്രീ അനിൽകുമാർ ലാസ്റ്റ്. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ശരത്ത് പറഞ്ഞ കണക്കിൻ്റെ ഒരു ആധികാരികത എന്താണെന്നറിയോ? അവിടെ ഡെപ്പോസിറ്റ് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കാൻ കുറേ ആളുകളെയല്ല ഇവർ തടുത്തു കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പറയുന്ന ആളുകൾ വീണ്ടും അവിടെ ഡെപ്പോസിറ്റ് ഇട്ടു. പൈസ ഇപ്പോൾ എടുക്കേണ്ടവർക്ക് ഈ ബാങ്കിനകത്ത് ഇട്ടിരിക്കുന്ന ഡെപ്പോസിറ്റ് എല്ലാം നാട്ടുകാർക്ക് വായ്പയായിട്ട് കൊടുത്തിരിക്കുക. ഡെപ്പോസിറ്റർമാരെല്ലാം കൂടെ SBIയിലേക്ക് ഇപ്പോൾ ഓടിച്ചെന്നാൽ ഉടനെ അവിടെ തിരിച്ചു കൊടുക്കാൻ കാശുണ്ടോ? വായ്പ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ സഹകരണ ബാങ്ക് പൊളിഞ്ഞേ എന്ന് പറഞ്ഞ് ഓളം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കേൾക്കുന്ന പൈസ കിട്ടത്തില്ല, ഒരു ബാങ്കിലും പൈസ കിട്ടത്തില്ല. പക്ഷെ കരുവന്നൂർ നിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞാലും വീണ്ടും വിടാൻ ആളുകൾ തയ്യാറായിരിക്കുന്നു. കാരണം എന്താണ്? ബാങ്ക് ഫങ്ഷനിങ് ആയി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതിപ്പോൾ ഇവിടെ ശരത്ത് ചൂണ്ടിക്കാണിച്ച വസ്തുത കൃത്യമായിട്ട് ശരിയാണ്. ഇനി ഞാനൊരു പോയിന്റ് പറയുന്നത്, ഈ ചോവായൂർ ബാങ്കിൽ ആരാണ് ബലപ്രയോഗം ആഹ്വാനം ചെയ്തത്? CPM ആണോ? നിങ്ങളുടെ KPC പ്രസിഡന്റ് പറഞ്ഞ ഒരുത്തരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ജനാധിപത്യമാണോ? അത് ബലപ്രയോഗമല്ലേ? ആരോടാ ബലപ്രയോഗം? കൂടെയുള്ള കോൺഗ്രസ്സുകാരോട്. അവരെ കൊല്ലും, അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന ബലപ്രയോഗം പ്രഖ്യാപിച്ച നിങ്ങൾക്ക് KPC പ്രസിഡന്റ് പറഞ്ഞതിനത്ര ശക്തിയോടെ പ്രവർത്തിക്കാൻ ആവതില്ലാതായിപ്പോയി. അപ്പോൾ പിന്നെ നിലവിളിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് ഈ ഭീഷണിയും പ്രതിപക്ഷ നേതാവിൻ്റെ നിലവിളിയും അങ്ങപ്പുറത്തെ KPC പ്രസിഡന്റിൻ്റെ ഭീഷണിയും രണ്ടും സഹകാരികൾ പുച്ഛിച്ച് തള്ളുക മാത്രമേ ചെയ്യുള്ളൂ. അമിത്ഷാ വന്നിട്ടും ED വന്നിട്ടും ഒരു ചുക്കും ചെയ്യാത്ത, ഒരു പോറലും വെക്കാത്ത സഹകരണ മേഖലയെ കേരളത്തിലെ ജനങ്ങൾ കാക്കും. അവരുടെ ആപത് ബന്ധുവാണ് സഹകരണ മേഖല. കേരള മാതൃകയുടെ അടിത്തറയാണ് സഹകരണ മേഖല. അതിന് ജനങ്ങൾ പിന്തുണയ്ക്കുക തന്നെയാണ്.
ഏതായാലും കേരളത്തിൻ്റെ സഹകരണ മേഖലയെ സംബന്ധിച്ച് ഭീഷണിയും കൊലവിളിയും ഒന്നും ഏശില്ല എന്നും വളരെ സുരക്ഷിതമായി വളരെ ശക്തമായ അടിത്തറയോടെ തന്നെ വളരെ കൃത്യമായി സഹകരണ മേഖല മുന്നോട്ട് പോകുമെന്നും അതിൽ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിരോധം പൂർണ്ണമായും ആ മേഖലയെ ദുർബലപ്പെടുത്തും വിധമൊക്കെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഒരിക്കലും ഉയരാൻ പാടില്ലാത്ത വിധമുള്ള പരാമർശങ്ങൾ ഉണ്ടായാലും അത് അങ്ങേയറ്റം അപലപനീയമാണ്. സഹകരണ സംഘങ്ങൾ മാലപ്പടക്കം പോലെ പൊട്ടട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ കേരളം തയ്യാറാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിന്മേൽ ഉയരുന്ന ശക്തമായ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നാളെ തിരുത്തേണ്ടതായ ഒരു സാഹചര്യം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ കരുത്ത്. അതുതന്നെയാണ് ഈ ചർച്ചയിലും വളരെ പ്രകടമായി ഉയർന്നു കേട്ടതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.